നമസ്കാരം ഗൈസ്, എല്ലാവർക്കും പുതിയൊരു വ്ളോഗിലേക്ക് സ്വാഗതം. ഓക്കെ, വെൽക്കം ബാക്ക്. സോ ഞാൻ ജിമ്മിൽ പോകാൻ വേണ്ടി തന്നെ അപ്പം ഞാൻ ഫുഡ് ഉണ്ടാക്കി. അത് കഴിഞ്ഞിട്ട് ജിമ്മിൽ കഴിച്ചിട്ട് പോകുന്നത് ഞാൻ അപ്പോൾ പാല് തീർന്നു. അപ്പോൾ ഇനി ഞാൻ പാല് പോയി മേടിച്ചിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ 2-3 ദിവസമായിട്ട് ഇവിടെ സാധനങ്ങൾ തട്ടിയും പൊട്ടിക്കൊണ്ടിരിക്കുക. ലൈക്ക് എന്താ പറയുക, ഒരു 2-3 ദിവസമായിട്ട് പ്ലേറ്റ് ആയാലും ലൈക്ക് എന്താ പറയുക, ബൗളായാലും മഗ്ഗായാലും ലൈക്ക് ചെറിയ രീതിയിൽ ഇങ്ങനെ തട്ടിപ്പൊട്ടിക്കൊണ്ടിരിക്കുക. സോ ഇന്ന് ഞാൻ എന്താ പറയുക, ഇന്ന് ഞാൻ രാവിലെ മുട്ട പൊട്ടിക്കുന്ന സമയത്ത് ഞാൻ മുട്ട പിച്ചാത്തി വെച്ചല്ല പൊട്ടിക്കുന്നത്. മുട്ട ഞാൻ എന്താ പറയുക, നമ്മളെ ഗ്രാനായിട്ട് നമ്മൾ ഷെഡിൽ വയ്ക്കത്തില്ല. അപ്പോൾ അതിൽ ഞാൻ ചെറിയ രീതിയിൽ തട്ടിയിട്ട് പൊട്ടിച്ച് ബൗൾ കഴിക്കും. അപ്പോൾ അങ്ങനെ തട്ടി പൊട്ടിച്ച സമയത്ത് മുട്ട പൊട്ടി അത് ആ ഗ്രാനൈറ്റ് വീണ്. സോ അത് ഞാൻ ക്ലീൻ ആക്കിയിട്ട് ഞാൻ എന്താ പറയുക, വീണ്ടും ഞാൻ മുട്ട പൊട്ടിക്കാൻ നോക്കി. അപ്പോൾ ഞാൻ ഒരു ഐഡിയ വിചാരിച്ചെന്ന് വെച്ചാൽ ബൗളിൻ്റെ സൈഡിൽ തട്ടിപ്പൊട്ടിച്ചിട്ട് അതേ ഒഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് മുട്ട വേസ്റ്റ് ആകത്തില്ലെന്ന് വിചാരിച്ചു. ഓക്കെ, സോ അങ്ങനെ ഞാൻ ബൗളിൻ്റെ സൈഡിലാണ് തട്ടിപ്പൊട്ടിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ബൗൾ ക്രാക്കായി. മുട്ട പൊട്ടിച്ചപ്പോഴത്തേക്ക് ബൗൾ ക്രാക്കായി. സോ അത് എന്താ എനിക്ക് അറിയാൻ വയ്യ എന്തായാലും, കാരണം കുറേ നാൾ യൂസ് ചെയ്ത ബൗളാണ്ടായിരിക്കും എന്തായാലും. പക്ഷേ ഇത് അതിനെ ലൈക്ക് എല്ലാം കൂടെ കൂട്ടി ഒരു നോക്കുമ്പോഴത്തേക്ക് ഒരു അനാലിസിയാണ്. സോ ഞാൻ ഇപ്പോൾ പാല് മേടിക്കാൻ താഴെ പോയിക്കൊണ്ടിരിക്കും. അത് കഴിഞ്ഞിട്ട് ഞാൻ ജിമ്മിൽ പോകും. ആം ഡേ ആണ്. ലൈക്ക് ഇന്ന് ബൈസെപ്സും ട്രൈസെപ്സും ട്രെയിൻ ചെയ്തത്. സോ സെയിം ലൈക്ക് കഴിഞ്ഞ വീഡിയോസിൽ പറഞ്ഞ പോലെ സെയിം പ്ലാനാണ്. ഓക്കെ, സോ ഞാൻ താഴെ പോയി പാല് മേടിച്ചിട്ട് ജിമ്മിൽ പോയിട്ട് എന്താ പറയുക, ലൈക്ക് ഇന്നത്തെ വർക്കൗട്ട് ഷൂട്ട് ചെയ്തിടാം. ഓക്കെ, സോ നമ്മൾ ഈ പാല് മേടിക്കാൻ കൊണ്ടിരിക്കുക. അപ്പോൾ ജിമ്മിൽ നിന്ന് കുറച്ച് ഞാൻ നേരത്തെ പോകണം. കാരണം എന്താണെന്ന് വെച്ചാൽ എനിക്ക് റെയിൽവേ സ്റ്റേഷൻ വരെ പോകേണ്ട ഒരു ആവശ്യമുണ്ട്. അത് കഴിഞ്ഞിട്ട് റെയിൽവേ സ്റ്റേഷനിൽ പോയി എനിക്ക് കുറച്ച് ലൈക്ക് ഇവിടെ നിന്ന് കൊറിയർ അയക്കുന്നത് റെയിൽവേ വഴി പറ്റുമെന്ന് വേണ്ടി ചോദിക്കാൻ വേണ്ടി പോകേണ്ട ഒരു ആവശ്യമുണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് ലൈക്ക് എന്താ പറയുക, നാളെ സൺഡേ ആണ്. സോ റെസ്റ്റാണ്. സോ നാളെ പ്രത്യേകിച്ച് പരിപാടികളൊന്നുമില്ല. അതുകൊണ്ട് ഇന്ന് തന്നെ പോയി നാളത്തേക്കുള്ള സാധനങ്ങളൊക്കെ മേടിച്ച് വയ്ക്കണം. സോ അങ്ങനെ കുറച്ച് പരിപാടികളുണ്ട്. അപ്പോൾ ഞാൻ ഇതെല്ലാം മേടിച്ചിട്ട് ഞാൻ ജിമ്മിൽ വർക്കൗട്ട് ഞാൻ ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യാം. പ്രത്യേകിച്ച് വേറെ പരിപാടിയൊന്നുമില്ല. സോ വർക്കൗട്ട് ആഡ് ചെയ്യുമ്പോൾ നിങ്ങൾ കാണുക. സോ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഓക്കെ, ഞാൻ ജിമ്മിൽ കാണാം. ഓക്കെ, സോ ജിമ്മിലെത്തിയിട്ട് ഫസ്റ്റ് നമ്മൾ സ്ട്രെച്ചൊക്കെ ചെയ്തത്, അതായത് ആംസിന് നമ്മൾ ലൈക്ക് ആംസ് നോർമലി അടിക്കുന്ന സമയത്ത് സ്ട്രെച്ച് ചെയ്യേണ്ട കാര്യങ്ങൾ, ഒന്നാമത്തെ കാര്യം എൽബോ നൈസായിട്ട് നല്ല രീതിയിൽ മൊബിലിറ്റി ട്രെയിനും സ്ട്രെച്ചും ചെയ്യുക. രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചാൽ ഷോൾഡറാണ്. ഓക്കെ, ഷോൾഡർ എസ്പെഷ്യലി ഫ്രണ്ട് ഷോൾഡർ പാർട്ട് ജസ്റ്റ് ഒന്ന് സ്ട്രെച്ച് ചെയ്യുക. എന്നിട്ട് നമ്മുടെ റിസ്റ്റും ജസ്റ്റ് നല്ല രീതിയിൽ ട്രെയിനിങ് കൊടുത്തിട്ട് സ്റ്റാർട്ട് ചെയ്യുക. സോ ഡംബൽ കറാണ്. ഡംബൽ കറിൽ ഞാൻ വളരെ ഹെവി വെയിറ്റ് പോയിട്ടില്ല. അത്യാവശ്യം എന്താ പറയുക, മസിലിന് ടെൻഷൻ കൊടുക്കുന്ന അത്ര വെയിറ്റ്. സോ അതിൽ നിന്ന് ചെറിയ ചെറിയ കാര്യങ്ങൾ ഇമ്പ്രൂവ് ചെയ്ത് വരിക. അതായത് അർണോൾഡൊക്കെ പറയുന്ന കണക്ക് കേൾ ചെയ്ത് മണ്ടിൽ വരുന്ന സമയത്ത് ജസ്റ്റ് ഒന്ന് റിസ്റ്റ് ട്വിസ്റ്റ് ചെയ്യുക. അതുവഴി കുറച്ചും കൂടെ പീക്ക് കിട്ടും. അതുപോലെ തന്നെ നമ്മൾ കേൾ ചെയ്യുന്ന സമയത്ത് ഗ്രിപ്പ് അത്ര ടൈറ്റാക്കി പിടിക്കാതെ ഫോർ ആംസിൽ നിന്ന് ലോഡ് കുറച്ച് മാറ്റി പാമിലോട്ടും അതുവഴി ബൈസപ്പിലോട്ടും കൊടുക്കുക. കാരണം നമ്മൾ ഗ്രിപ്പ് ടൈറ്റായി കഴിഞ്ഞാൽ ഫോർ ആംസിലോട്ട് കൂടുതൽ ലോഡാവും. പക്ഷേ ഞാൻ മുമ്പ് ഗ്രിപ്പ് ടൈറ്റാക്കി ചെയ്യുന്ന സമയത്ത് ഫോർ ആംസിൽ ലോഡ് പോയതിനെ കൊണ്ടായിരിക്കണം എനിക്ക് ഫോർ ആംസ് നല്ല രീതിയിൽ പ്രത്യേകിച്ച് വർക്കൗട്ട് ചെയ്യേണ്ട ആവശ്യമില്ല, ഗ്രോ ആവുന്നുണ്ടായിരുന്നു. പക്ഷേ ഇനിയിപ്പം ഇങ്ങനെ കൊടുക്കണമെങ്കിൽ ഫോർ ആംസ് ട്രെയിൻ ചെയ്യേണ്ടി വരും. ഓക്കെ, സോ നമ്മൾ അങ്ങനെ ബൈസെപ്പ് കേളൊക്കെ ചെയ്ത് അത് കഴിഞ്ഞിട്ട് നേരെ നെക്സ്റ്റ് വർക്കൗട്ട് എന്ന് വെച്ചാൽ സ്ട്രെച്ച് ബേസ്ഡ് ആയിട്ടുള്ള വർക്കൗട്ട്, അതായത് പ്രീച്ചർ കേളാണ്. പ്രീച്ചർ കേളിൽ ഞാൻ എന്താ പറയുക, ഡബ്ല്യു ബാറിലല്ല ചെയ്യുന്നത്, ഞാൻ സിംഗിൾ ഡംബൽ വെച്ചിട്ടാണ് ചെയ്യുന്നത്. കാരണം ഇതങ്ങനെ കുറച്ചും കൂടെ എന്താ പറയുക, നല്ല രീതിയിൽ റേഞ്ച് ഓഫ് മോഷനും കൺട്രോളും എനിക്ക് കിട്ടുന്ന ഡംബൽ വെച്ച് ചെയ്യുമ്പോഴാണ്. അതും ലൈക്ക് മോഡറേറ്റ് വെയിറ്റ് കുറച്ച് റെപ്സ് കൂട്ടി ചെയ്തു. അപ്പോൾ അതിൽ നിന്നും നമ്മൾക്ക് എന്താ പറയുക, നമ്മളൊരു സൈക്കോളജിക്കലി നമ്മൾ ഇങ്ങനെ തിരിച്ച് ഡംബൽ കേൾ ആക്കുന്ന സമയത്ത് നമ്മൾ മനസ്സിൽ നമ്മുടെ എൽബോയിനെ പാഡിൽ നിന്ന് പൊക്കാൻ നോക്കണം. അത് പാഡിൽ നിന്ന് പൊങ്ങത്തില്ല, പക്ഷേ ആ സമയത്ത് നമുക്ക് കുറച്ചും കൂടെ ബൈസപ്പിൽ കുറച്ചും കൂടെ ടെൻഷൻ കിട്ടും അങ്ങനെ നമ്മൾ ചിന്തിക്കുന്ന സമയത്ത്. ഓക്കെ, സോ അങ്ങനെ പ്രീച്ചർ കേൾ കഴിഞ്ഞിട്ട് ഞാൻ നേരെ പോയത് എന്താ പറയുക, ഇൻക്ലൈൻ ബെഞ്ച് കേളാണ്. അതായത് ഇൻക്ലൈൻ ബെഞ്ചിലിരുന്നിട്ടുള്ള ബിഹൈൻഡ് ദ ബോഡി കേൾ. സോ ഇതെന്ന് വെച്ചാൽ കുറച്ചും കൂടെ നമ്മുടെ സ്ട്രെച്ച് ബയാസ്ഡ് ആയിട്ടുള്ള മൂവ്മെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇത് കഴിഞ്ഞിട്ട് ഞാൻ ട്രൈസെപ്സിന് ഒരു മൂവ്മെൻറ്റ് ചെയ്തായിരുന്നു, പക്ഷേ അത് ഷൂട്ട് ചെയ്യാൻ പറ്റില്ല. ഞാൻ ട്രൈസെപ്സിന് ഇപ്പോൾ അധികം വർക്കിലോട്ട് കൊടുക്കാറില്ല. കാരണം ട്രൈസെപ്സ് എൻ്റെ ആംസിൽ കുറച്ച് ഡോമിനൻ്റ് ആണ്. ലൈക്ക് നല്ല ഡോമിനൻ്റ് എന്നല്ല, പക്ഷേ കുറച്ച് ഡോമിനൻ്റ് ആണ് ബൈസെപ്സിനെ കൊണ്ട്. സോ കൂടുതലും വർക്ക് ചെയ്യാൻ ബൈസെപ്സിനാണ് കൊടുക്കുന്നത്. എന്നിട്ട് ട്രൈസെപ്സിന് ഒരു ഓവർ ഹെഡ്, എൻ്റെ ലാറ്ററൽ സൈഡ് ഓഫ് ദ ട്രൈസെപ്സ് വീക്കാണ്. സോ ഓവർ ഹെഡ്
എന്താ പറയുക റോപ്പ് എക്സ്റ്റൻഷനാണ് ചെയ്തത്. അത് കഴിഞ്ഞിട്ട് ഞാൻ നേരെ പോയത് റിയർ ഡെൽസിലോട്ടാണ്. സോ റിയർ ഡെൽസിന് ഞാൻ എന്താ പറയുക റിവേഴ്സ് പെക് ഡെക്ക് അല്ലെങ്കിൽ റിവേഴ്സ് ബട്ടർഫ്ലൈ വെച്ചാണ് തുടങ്ങിയത്. സോ നിങ്ങൾക്ക് ഈ വീഡിയോയിൽ കാണാം. അപ്പോൾ ജസ്റ്റ് ഒന്ന് വീഡിയോ നോക്കുക, എന്നിട്ട് അതിൻ്റെ ഒരു ഫോം നിങ്ങൾ നിങ്ങളുടെ രീതിയിൽ അഡ്ജസ്റ്റ് ചെയ്തെടുക്കുക. എന്നാൽ ലാസ്റ്റ് ഇതാ സിംഗിൾ ആം ഇങ്ങനെ ബെൻഡ് ചെയ്ത് നിന്ന്, ഇതും റിയർ ഡെൽസിനാണ്. റിയർ ഡെൽസിന് സിംഗിൾ ആം ഇങ്ങനെ ഒരു വർക്കൗട്ടും കൂടെ ചെയ്തിട്ട് ഞാൻ ആ വർക്കൗട്ട് അവസാനിപ്പിച്ച് വീട്ടിൽ വന്നു. സോ ഇതാണ് എൻ്റെ ആം വർക്കൗട്ട് ഞാനിപ്പോൾ ഫോളോ ചെയ്യുന്നത്. ഇതിൽ നിന്ന് ഞാൻ ഓരോ ആഴ്ച പോകുന്നതോറും ലൈക്ക് കൂടുതൽ ചേഞ്ചസ് വരത്തില്ല, എന്നാലും 2-3 എക്സസൈസ് അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ ചേഞ്ച് വരുത്തും. കാരണം അത് ഒന്നാമത്തെ കാര്യം അന്നത്തെ എന്താ പറയുക എഫക്റ്റ് അനുസരിച്ചിരിക്കും, അതായത് എങ്ങനെ ഓരോ വർക്കൗട്ട് റിയാക്ട് ചെയ്യുന്നു. രണ്ടാമത്തെ കാര്യം മൂഡ് അനുസരിച്ചിരിക്കും, അതായത് ചില സമയത്ത് ചില വർക്കൗട്ട് നല്ല രീതിയിൽ ഹെവി ആയിട്ട് എനർജി എടുക്കുമെങ്കിൽ ഞാൻ ചില സമയത്ത് എനർജി കുറവാണെങ്കിൽ അത് അവോയ്ഡ് ചെയ്തിട്ട് കുറച്ചും കൂടി ഈസി ആയിട്ട് എനർജി കിട്ടുന്നതും അതുപോലെ എഫക്റ്റീവ് ആയിട്ടുള്ള വർക്കൗട്ട് ചൂസ് ചെയ്യും. സോ നിങ്ങൾ അത് അനുസരിച്ച് നിങ്ങൾക്ക് നല്ല രീതിയിൽ എന്താ പറയുക വേരിയേഷൻ ചെയ്ത് നിങ്ങൾക്ക് ചൂസ് ചെയ്യാൻ പറ്റുന്നത് നല്ല ഇഷ്ടംപോലെ ഓപ്ഷൻസ് ഉണ്ട്. സോ അത്രയേ ഉള്ളൂ എനിക്ക് പറയാൻ. താങ്ക് യു ഫോർ വാച്ചിങ് ദ വീഡിയോ. ഇനി അടുത്ത വീഡിയോ കാണാം.